Kuwait Janam, brought to you by Pavans, the first choice of the parents for the best education. Powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. നമസ്കാരം, കുവൈറ്റ് ജനത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ നൃത്തവിദ്യാലയങ്ങളുടെ അരങ്ങേറ്റ സീസണാണ് ഇപ്പോൾ. നിരവധി നൃത്ത സ്കൂളുകളിൽ നിന്നുമായി ഒട്ടേറെ കുട്ടികളാണ് ചിട്ടയായ പരിശീലനത്തിനൊടുവിൽ ചിലങ്കയണിഞ്ഞ് വേദികളിൽ നൃത്തമാടുന്നത്. കുവൈറ്റിലെ നൃത്താഞ്ജലി ഡാൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 11ാമത് അരങ്ങേറ്റ വേദിയിൽ തൃശൂർ ദിനേശ് അവതരിപ്പിച്ച സീതാ സ്വയംവരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ നൃത്താഞ്ജലി ഡാൻസ് അക്കാദമിയുടെ നാട്യം എന്ന പേരിൽ നടന്ന 11ാമത് സീസൺ അരങ്ങേറ്റ പരിപാടിയാണ് അഹമ്മദി DPS ൽ അരങ്ങേറിയത്. धन धन तजोनुता ഡോക്ടർ സരിത, നർത്തകൻ RLV സുന്ദരൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്ന ചടങ്ങിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ നൃത്ത വിഭാഗങ്ങളിൽ ഒട്ടേറെ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റ വേദിയിൽ ചുവടുറപ്പിച്ചത്. I have seen this Nirthanjali coming up, and I was lucky enough to inaugurate one of the previous functions where sir did one very 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 nice item. I still remember it. എല്ലാ അരങ്ങേറ്റം കുറിക്കുന്നതും കളിക്കുന്നതുമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവും. ഞാൻ അക്കാഡമി തുടങ്ങി ഏകദേശം ഇറ്റ്സ് ബീൻ 13 years. During this period I have already completed 10 seasons, and we are celebrating today the 11th season. So I'm really proud. Arangetam is not just a performance. It is the bringing together of years of practice put together with devotion, discipline and dedication. ഗുരു തൃശൂർ ദിനേശിന്റെ ശിക്ഷണത്തിൽ ചിട്ടയായ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളും വനിതകളും കലയുടെ ആത്മാവെഴുതിയ ഈ അരങ്ങേറ്റ വേദിയിൽ തങ്ങളുടെ നടന വിസ്മയം കാഴ്ചവെച്ചു.
സുരുചിരവദനം സുന്ദരഹസനം കാളിയ നർത്തന നടന മനോഹർ ജയ ജയ നന്ദന ജയ നാരായണ പലയമാം ജഗദാനന്ദ. കുവൈറ്റിൽ ഒരു വിദ്യാർത്ഥിയെ പരിശീലനം നൽകി തുടങ്ങിയ തൃശൂർ ദിനേശ് ഇപ്പോൾ 11ാമത് അരങ്ങേറ്റ വേദിയിൽ എത്തി നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഈ വേദിയിൽ കുടുംബവുമൊത്ത് ചുവടുവെക്കാൻ കഴിഞ്ഞതിന്റെ ആനന്ദത്തിലാണ് അദ്ദേഹം. I started with one child. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 70 സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലുണ്ട്. 10 അരങ്ങേറ്റം കഴിഞ്ഞു. ഇത് സീസൺ 11 ആണ്. ഒരുപാട് അഭിമാനത്തോടെയാണ് ഈ നിമിഷം ഞാൻ നിൽക്കുന്നത്. ഡാൻസ് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് that is the only thing which is giving relief for all my stress related to my work. ഇതൊരു പാഷനാണ്. അപ്പോൾ ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നു. ഒരുപാട് വലിയ വൈഡായിട്ടൊരു ബിസിനസ് രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ക്ലാസ്സിന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളെ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ഡെഡിക്കേഷനോട് പഠിപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഞങ്ങൾ കുടുംബം എല്ലാവരും, എൻ്റെ വൈഫും മക്കളും, സിന്ധു ദിനേശ്, അനക ദിനേശ്, ആർച്ച ദിനേശ്, ഞങ്ങളെല്ലാവരും കുടുംബത്തിൽ എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലമായി കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന നൃത്താഞ്ജലി ഡാൻസ് സ്കൂളിൽ 1000-ൽ പരം കലാകാരികളെ കൈപിടിച്ചുയർത്താൻ തൃശൂർ ദിനേശിന് സാധിച്ചിട്ടുണ്ട്. നാട്യം വേദിയിൽ ഭരതനാട്യം, സീതാ സ്വയംവരം, കുച്ചിപ്പുടി, രുക്മിണി കല്യാണം എന്നീ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചത് ഏവരുടെയും പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. அசுரர் தம்மை வென்ற வடிவேலன் அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். നാട്യം 2025 അരങ്ങേറ്റ വേദിയെ ധന്യമാക്കാൻ വോക്കലിൽ ഭുവനേശ്വരി മധുസൂദനൻ, വയലിൻ വിഷ്ണു എം ഭുവനേശ്വരി, മൃദംഗത്തിൽ അരുൺ രാഗമാലിക, ഇടയ്ക്ക ശ്രീനാഥ് മാരാർ എന്നിവരായിരുന്നു പക്കമേളക്കാർ. We also extend heartfelt thanks to our chief guest, Dr. Sarida.
ശുഭമുലകോ നിത്യ ജയ മംഗളം. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റിൻ്റെ 15ാമത് വാർഷികാഘോഷം ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ശ്രദ്ധേയമായിരുന്നു. വിവിധ തരത്തിലുള്ള പരിപാടികൾ അരങ്ങേറിയ ആഘോഷം മെഡെക്സ് മെഡിക്കൽ കെയർ CEO VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് 15ാം വാർഷികം അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്നു. പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മെഡെക്സ് മെഡിക്കൽ കെയർ CEO VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സുവനീർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. അൽമുള്ള എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KV ഷാജി സംഘടനാ കാര്യങ്ങൾ വിശദീകരിക്കുകയും അഹമ്മദ് അൽ മഗ്രിബി കൺട്രി ഹെഡ് ഹസൻ മൻസൂർ, പ്രസ്യൂണിക് ബിൽഡേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫറാൻ എലാട്ട്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സോണൽ ഹെഡ് അഫ്സൽ ഖാൻ, മാംഗോ ഹൈപ്പർ ഓപ്പറേഷൻ ഹെഡ് മുഹമ്മദ് അലി, ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി, ജയകുമാർ, നബീൽ ഷാ, സിറാജ് എർനിക്കൽ, TK നജീബ്, RB പ്രമോദ്, ഹസീന അഷ്റഫ്, ജാവേദ് ബിൻ ഹമീദ്, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഫസ്റ്റ് ജനറൽ കൺവീനർ PV നജീബ് സ്വാഗതവും ട്രഷറർ C ഹനീഫ് നന്ദിയും പറഞ്ഞു. കുവൈറ്റ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന അബ്ദുള്ള കോറോത്തിനും അസ്മ അബ്ദുള്ളയ്ക്കും പരിപാടിയിൽ യാത്രയപ്പ് നൽകി. അസോസിയേഷൻ മഹിളാവേദിയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ നടന്ന സസ്നേഹം മണിച്ചേട്ടൻ എന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ ഷോയും ലഹരിക്കെതിരെ മുഖ്യ സ്പോൺസർ മെഡെക്സ് ടീം അണിയിച്ചൊരുക്കിയ ഫ്യൂഷൻ ഡാൻസും പരിപാടിയുടെ മാറ്റുകൂട്ടി. മ്യൂസിക്കൽ ഫ്യൂഷൻ ഷോ സുശാന്ത് കോഴിക്കോടിന്റെ ഓർക്കസ്ട്രയിൽ അക്ബർ ഖാൻ, സജ്ലി സലീം, സലീൽ സലീം, സമിയ വിഷ്ണു എന്നിവർ ചേർന്ന് നയിച്ച ഗാനമേള എന്നിവ ആഘോഷരാവിന് പകിട്ടേകി. സാരഥി ഗുരുകുലത്തിന്റെ 11ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഗൾഫ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് വാസുദേവ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ ശ്രീനാരായണ വിശ്വാസികളുടെ കൂട്ടായ്മയായ സാരഥി കുവൈറ്റിന്റെ കുട്ടികളുടെ വിഭാഗം സാരഥി ഗുരുകുലത്തിന്റെ 11ാമത് വാർഷികാഘോഷമാണ് വിവിധതരം പരിപാടികളോടെ നടന്നത്. സാൽമിയയിൽ അരങ്ങേറിയ പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് വാസുദേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഗുരുകുലം പ്രസിഡന്റ് കുമാരി ശിവപ്രിയ സജിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി മാസ്റ്റർ ശിവേന്ദു ശ്രീകാന്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കുമാരി നദ അജിത് സ്വാഗതവും കുമാരി പ്രതിഭ രമേശ് നന്ദിയും രേഖപ്പെടുത്തി. മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ പ്രൊഫസർ അനിൽകുമാർ, സാരഥി പ്രസിഡന്റ് ജിതേഷ് MP, ജനറൽ സെക്രട്ടറി വിനോദ് ചീപ്പാറയിൽ, ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, വനിതാവേദി ചെയർപേഴ്സൺ ബിജി അജിത് എന്നിവർ സംസാരിച്ചു. ഗുരുകുലത്തിന്റെ വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ, മാജിക് ഷോയും നടന്നു. സാൽമിയ ഏരിയ കോർഡിനേറ്റർ രമേശ് കുമാർ നന്ദി പറഞ്ഞു. SMCA കുവൈറ്റ് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആന്റണി മനോജ് കിരിയാന്തൻ പ്രസിഡന്റായും, ബോബിൻ ജോർജ് എടപ്പാൾ ജനറൽ സെക്രട്ടറിയായും, സോണി മാത്യു താഴെമഠത്തിൽ ട്രഷററായും ചുമതലകൾ ഏറ്റെടുത്തു. സെന്റ് ഗ്രിഗോറിയസ് മഹാ ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും മാനിസോ ആരാധന കൂദാശ ഗാന മത്സരവും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു പാറയ്ക്കൽ ചടങ്ങുകളുടെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേന്ദ്ര അസംബ്ലി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അനു ഷെൽവിക്ക് ചടങ്ങിൽ അനുമോദനം നൽകി. ഷൈൻ ജോസഫ് സാം സ്വാഗതവും ലിബിൻ ബാബു നന്ദിയും അറിയിച്ചു.
അദ്വൈതം കുവൈറ്റ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ശരിയായ പ്രതികരണ രീതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹൃദയാഘാതം, ശ്വാസമുട്ടൽ, അപകടങ്ങൾ തുടങ്ങിയവ പ്രതിരോധിക്കുന്നതിനാവശ്യമായ പരിശീലനത്തെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകൻ അജ്മൽ സമദ് ക്ലാസുകളെടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബൈജു എസ് ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ സെഷനും എടുത്തു. തണൽ കുവൈറ്റ് പ്രവാസി അസോസിയേഷൻ ഓണാഘോഷ ഫ്ലെയർ പ്രകാശനം ചെയ്തു. താഹ ചേറ്റുവ, പ്രസിഡന്റ് അജ്മൽ വേങ്ങര, സെക്രട്ടറി ആര്യ നിഷാന്ത് എന്നിവർ ചേർന്ന് ഫ്ലെയർ പ്രകാശനം നടത്തി. സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച നടക്കുന്ന ഓണാഘോഷ സമ്മാന കൂപ്പണിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ട്രഷറർ അനന്ത പത്മനാഭൻ നന്ദി അറിയിച്ചു. അദ്വൈതം കുവൈറ്റ് വിശ്വാഘോഷം സംഘടിപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ ഷിജു മോഹന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജനറൽ സെക്രട്ടറി സന്തോഷ് സ്വാഗതം പറഞ്ഞു. ഉപദേശക സമിതി അംഗം മധുക്കുട്ടൻ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ പ്രസിഡന്റ് പ്രേം തുഷാർ വിഷുദിന സന്ദേശം നൽകി. വനിതാവേദി കൺവീനർ പ്രിയ സൂരജ്, പ്രോഗ്രാം കൺവീനർ ഷിജു മോഹൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ അനുജി രാജൻ നന്ദി പറഞ്ഞു. ലോക കലാദിനാഘോഷങ്ങളുടെ ഭാഗമായി ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് കുവൈറ്റ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മാനേജർ അബ്ദുൽ അസീസ് വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി. മാർക്കറ്റിംഗ് മാനേജർ നിതിൻ ജോർജിൻ്റെയും അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ വിനീഷ് വേലായുധനും പരിപാടികൾക്ക് ഏകോപനം നടത്തി. കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ കുവൈറ്റ് അന്തർജില്ലാ സോക്കർ ആൻഡ് മാസ്റ്റർ ലീഗ് സംഘടിപ്പിച്ചു. മിഷ്രിഫ് ഗ്രൗണ്ടിൽ നടന്ന ഗ്രൂപ്പ് തല 2ാം ഘട്ട മത്സരത്തിൽ തൃശൂർ, കണ്ണൂർ, എറണാകുളം, കാസർഗോഡ് എന്നീ ടീമുകളാണ് മോസ്റ്റ് വാല്യൂബിൾ പ്ലേയേഴ്സ് അവാർഡുകൾ കരസ്ഥമാക്കിയത്. എഴുത്തുകാരുടെ കൂട്ടായ്മയായ പ്രതിഭ കുവൈറ്റിന്റെ മാഗസിന്റെ പ്രകാശനം നടന്നു. നിജം എന്ന പേരിൽ പുറത്തിറക്കിയ മാഗസിൻ സീന രാജവിക്രമൻ CK സോണിയയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രേമനിലത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷിബു ഫിലിപ്പ്, മണികണ്ഠൻ വട്ടക്കുളം, ജവാഹർ കെ എഞ്ചിനീയർ, സതീശൻ പയ്യന്നൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളൈറ്റ്സ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ലേഡീസ് ത്രോബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്റ്റീഫൻ പൊടിക്കുഞ്ഞു സ്വാഗതം പറഞ്ഞ ചടങ്ങ് പ്രസിഡന്റ് എബി സാമുവൽ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കേരള ടസ്കേഴ്സ് വിജയകിരീടം സ്വന്തമാക്കി. മികച്ച പ്ലെയറായി ജാൻസി, മികച്ച സർവറായി റഹീന കമാൽ, പ്രോമിസിംഗ് പ്ലെയറായി സെറിനെയും തെരഞ്ഞെടുത്തു. കായിക വിഭാഗം സെക്രട്ടറി സിബു തോമസ്, ജോയിന്റ് സെക്രട്ടറി ആതിര അജയ്, ഗെയിം കമ്മീഷണർ ലിന്ദ തുടങ്ങിയവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. കുവൈറ്റിലെ നഴ്സുമാരുടെ കൂട്ടായ്മയായ ഇൻഫോക്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനാഘോഷം സംഘടിപ്പിച്ചു. കുവൈറ്റ് ഓർഗൻ പ്രൊക്യൂർമെന്റ് തലവൻ ഡോക്ടർ മുസ്തഫ അൽ മുസാവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണത്തിന് സമർപ്പിതമായ നഴ്സുമാരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനും ഐക്യത്തിനും പ്രൊഫഷണൽ വളർച്ചയ്ക്കും മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇൻഫോക് പ്രവർത്തിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന നഴ്സുമാരുടെ പങ്കിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ നഴ്സിംഗ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ദീർഘകാലം കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ച മുതിർന്ന നഴ്സുമാരെ നൈറ്റിംഗേൽ അവാർഡ് നൽകി ആദരിച്ചു. അംഗങ്ങളുടെ കുട്ടികളിൽ മികച്ച മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇൻഫോക് മെമ്മോറിയസ് അവാർഡും മികച്ച പ്രവർത്തനം നടത്തിയ പ്രവർത്തകർക്ക് ബെസ്റ്റ് ഇൻഫോക്കിയൻ അവാർഡും ചടങ്ങിൽ സമർപ്പിച്ചു. സെക്രട്ടറി ജോബി ജോസഫ് സ്വാഗതം പറഞ്ഞ പൊതുസമ്മേളനത്തിൽ ഡോക്ടർ മുസ്തഫ അൽ മുസാഫി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് വിജേഷ് വേലായുധൻ, നഴ്സിംഗ് സർവീസ് പ്രതിനിധി ദലീല കരീം, നഴ്സിംഗ് ഡയറക്ടർ ഇമാൻ അൽ അവാദി, മെട്രോ മെഡിക്കൽ കെയർ MD ഹംസ പയ്യന്നൂർ, ട്രഷറർ മുഹമ്മദ് ഷാ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. കൺവീനർ അംബിക ഗോപൻ നന്ദി പ്രകാശനം നടത്തി. അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികളും ഗായകരായ വൈഷ്ണവ് ഗിരീഷ്, ആതിര ജനകൻ, ക്രിസ്റ്റകല തോമസ്, വിഷ്ണുവർദ്ധൻ എന്നിവർ ഒരുക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി. Kuwait Janam, brought to you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo. Hello viewers, welcome to KQ Matters 2024 organized by Pavans Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the last round, the final round, the fifth round based on current affairs. Question number 1 to Team A. This human skeleton shown from the waist down from the island of Borneo bears evidence that the lower left leg was amputated roughly 31,000 years ago. Name the method by which scientists
were able to calculate the age of the skeleton? Carbon dating. Carbon dating. Yeah, correct answer. Well done, well done. Carbon 14 dating, the correct answer. But you gave the correct answer. We accept. Well done. Next question to team B. Name the woman who is leading Gaganyaan mission. Is it Ritul Srivastava? Sorry, your answer is incorrect. The correct answer is V.R. Lalithampika. V.R. Lalithampika is the correct answer. Question 3 to Team C. Team C, are you ready? So this is the question. The image shows the first ever image of a black hole captured by the Event Horizon Telescope project in 2019. What is the name of the galaxy where the supermassive black hole is located? Yeah, is the answer the Milky Way? Sorry, your answer is incorrect. Next question is to Team D. Name the country where Hindi radio broadcasting started for the first time recently on April 21st, 2024. Is it Belgium? Belgium? Your answer is wrong. If I give the answer, you'll be surprised. The correct answer is Kuwait. Now we go to the second round of current affairs. The first question in the second round is to Team A. In 2024, paleontologists announced the discovery of a new species of dinosaur named Pherosaurus sastutensis. In which country was this dinosaur discovered? Name the country. Your time starts now. Brazil. Brazil? Sorry, your answer is wrong. So it is a country in Northern America. It is Canada. Okay, now we go to the next question to Team B. Ashwini Vaishnav, Union IT Minister of India, announced that semiconductor manufacturer Micron Technology, which is setting up its plant in India. Micron is set to establish India's first semiconductor plant in which state? Name the state. I think the state is Gujarat. State of Gujarat. Your answer is not incorrect. That means your answer is correct. You get 10 points. Name the research institute in India that developed synthetic antigen that can boost antibody production against cancer cells. IISc? No, the correct answer is Indian Institute of Science. Indian Institute of Science. The last question in the segment is to Team D. Who was named by the Time magazine as Person of the Year for 2023? Person of the Year 2023 by the Time magazine. 10 seconds remaining. Is it Avantika? Avantika. Your answer is wrong. I will give the answer. The correct answer is Elon Musk. Who is Elon Musk? Yes, Team C, do you know who Elon Musk is? Keep your mic, please. Yeah. He's a billionaire who owns multiple companies. Multiple companies. Like Tesla. Tesla. Okay, correct answer. All the 5 rounds are over. Now the final results are ready. Team A with 50 points. Team B with 50 points. Team C 40 points. Team D 40 points. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കുവൈറ്റ് ജനം brought you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Royal Seagull and Phoenix Group of Companies, Al Rashid Cargo.